ഒരുപാട് സമൂഹങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ സമൂഹത്തെ കുറിച്ച് പഠിക്കാനുള്ള അവശേഷിപ്പുകൾ പടച്ച തമ്പുരാൻ ആധുനിക മനുഷ്യരുടെ കൈകളിലേക്ക് നൽകിയിട്ടുണ്ട്. ആർക്കിയോളജിസ്റ്റുകൾക്ക് നൽകിയിട്ടുണ്ട്. ആർക്കിയോളജിസ്റ്റുകൾ ഇന്നും അത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാർബൺ 14 ടെസ്റ്റിലൂടെ ആ അവശേഷിപ്പിന്റെ കാലനിർണയം നടത്തുന്നുണ്ട്. ഓരോ നാഗരികതയെ കുറിച്ചും പഠിക്കുന്നുണ്ട്. പക്ഷേ അത് സമുദായത്തെ കുറിച്ച് പഠിക്കാനുള്ള എന്ത് അവശേഷിപ്പാണുള്ളത്? രാജാതിരാജനായ അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ വെല്ലുവിളിച്ച ആദ് സമുദായത്തെ അല്ലാഹ് നശിപ്പിച്ചപ്പോ ഒരു അവശേഷിപ്പ് പോലും വെക്കാതെ അടിവേരോടുകൂടി അല്ലാഹു അവരെ ഇല്ലാതാക്കി കളഞ്ഞു. അതാണ് റബ്ബിന്റെ ചോദ്യത്തിന്റെ അർത്ഥം. കം തറകൂ മിൻ ജന്നാതിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം. എത്രയെത്ര പൂന്തോട്ടങ്ങളും സിംഹാസനങ്ങളും സാമ്രാജ്യങ്ങളുമാണ് ചരിത്രത്തിന്റെ ഇന്നലകളിലെ നായകന്മാർ വിട്ടേച്ചു പോയത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് വന്നുകൊണ്ട് പറയുകയാണ്, ഹഖീഖുന്നലാ അല്ലാ അഖൂല അലല്ലാഹി ഇല്ലൽ ഹഖ് ഖദ് ജിഅതുകും ബിബയ്യിനത്തിൻ മിൻ റബ്ബികും ഫഅർസിൽ മഇയ ബനീ ഇസ്രായീൽ ഫിർഔനെ. ഞാൻ വന്നിരിക്കുന്നത് എന്റെ റബ്ബിനെ കുറിച്ച് നിനക്ക് പറഞ്ഞു തരാനാണ്, നിന്റെ രക്ഷിതാവിനെ കുറിച്ച് നിനക്ക് പറഞ്ഞു തരാനാണ്. നീ നന്നാവാൻ ചെയ്യാറുണ്ടോ? നീ നേരെയാവാൻ ചെയ്യാറുണ്ടോ? ഫിർഔനിന്റെ മറുപടി, ഞാനല്ലാത്ത രക്ഷിതാവോ? ഞാനല്ലാത്ത ഏത് രക്ഷിതാവാണ്? ഞാനല്ലാത്ത ഏത് ദൈവമാണ് ഇവിടെ നിലനിൽക്കുന്നത്? എന്നിട്ട് അഹങ്കാരത്തോടുകൂടി ഫിർഔൻ പറയുകയാണ്, അന റബ്ബുക്കുമുൽ അഅ്ലാ, അന റബ്ബുക്കുമുൽ അഅ്ലാ. ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ രക്ഷിതാവ്, ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ ദൈവം എന്ന് പറഞ്ഞ അഹങ്കാരം കാണിച്ച ഫിർഔനിന്റെ മരണത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ആർത്തലക്കുന്ന ചെങ്കടലിലെ സുനാമി തിരമാലകൾക്കിടയിൽപ്പെട്ട് ഫിർഔൻ മുങ്ങിച്ചാവുന്ന സമയത്ത് അവിടെ വെച്ച് ഫിർഔൻ പറയുകയാണ്, ആമൻതു ബിറബ്ബി മൂസാ വഹാറൂൻ, ആമൻതു ബിറബ്ബി മൂസാ വഹാറൂൻ. ഞാനിതാ മൂസയുടെയും ഹാറൂനിന്റെയും രക്ഷിതാവിൽ വിശ്വസിക്കുകയാണ്. ഞാനിതാ മൂസ പറഞ്ഞ രക്ഷിതാവിൽ വിശ്വസിക്കുകയാണ്. അല്ലാഹു പറയുന്നു, ഫിർഔനെ സമയം കഴിഞ്ഞു പോയി, ഫിർഔനെ അവസരം കഴിഞ്ഞു പോയി. ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ വഇന്ന കസീറൻ മിനൻ നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ. ഇന്നേ ദിവസം നീ മരിച്ചു കഴിഞ്ഞാൽ, ചെങ്കടലിന്റെ തിരമാലകൾക്കിടയിൽ വെച്ച് ഉപ്പുവെള്ളം കുടിച്ച് നീ ശ്വാസം മുട്ടി മരിച്ചു കഴിഞ്ഞാൽ, ചേതനയേറ്റ നിന്റെ ശരീരം ചെങ്കടലിന് പുറത്തേക്ക് തള്ളും, കടലിന് പുറത്തേക്ക് തള്ളും. എന്തിനു വേണ്ടിയാണെന്നറിയുമോ? ലിതകൂന ലിമൻ ഖൽഫക ആയ, ലിതകൂന ലിമൻ ഖൽഫക ആയ. അന റബ്ബുക്കുമുൽ അഅ്ലാ എന്ന സിംഹാസനത്തിന്റെ മുകളിൽ ഞെളിഞ്ഞിരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ ദാത്തിനെ വെല്ലുവിളിച്ച, അല്ലാഹുവിന്റെ അധികാരത്തിനെ വെല്ലുവിളിച്ച അഹങ്കാരിയായ ഫിർഔനിന് സിംഹാസനമില്ലാതെ, ചെങ്കോലുകളില്ലാതെ, കിരീടങ്ങളില്ലാതെ, പരിവാരങ്ങളില്ലാതെ, പ്രജകളില്ലാതെ, സൈന്യമില്ലാതെ, ജീവൻ പോലും ഇല്ലാതെ ചേതനയേറ്റ ശരീരമായി ഈ കടൽക്കരയിൽ കിടക്കുന്നത് കണ്ട് നിന്റെ പിന്നാലെ വരുന്ന നിന്റെ അനുയായികൾക്ക് ഒരു പാഠമാകാൻ മാത്രമല്ല, ഖിയാമത്ത് നാളെ വരെ ജനിക്കാനിരിക്കുന്ന മനുഷ്യവംശത്തിന് ഒരു പാഠമാകാൻ, അധികാരം നശിച്ചു പോകുന്നതാണെന്ന പാഠം പഠിക്കാൻ, ദുനിയാവ് നശിച്ചു പോകുന്നതാണെന്ന പാഠം പഠിക്കാൻ, അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ വെല്ലുവിളിക്കരുതെന്ന പാഠം പഠിക്കുവാൻ വേണ്ടി ലതകൂന ലിമൻ ഖൽഫക ആയ ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. നിന്റെ ശരീരത്തെ ഞാൻ ഇന്ന് മോചിപ്പിച്ചെടുക്കുന്നതാണ്. എന്നിട്ട് അല്ലാഹ് ആയത്തിന്റെ അവസാനം പറയുന്നു, വഇന്ന കസീറൻ മിനൻ നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ. എന്തൊക്കെ കണ്ടാലും, എന്തൊക്കെ കേട്ടാലും, എന്തൊക്കെ അറിഞ്ഞാലും മനുഷ്യവംശത്തിലെ ഭൂരിപക്ഷവും എന്റെ ആയാത്തുകളെ കുറിച്ച് ഗഫ്ലത്തിലായിരിക്കും, എന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ഗഫ്ലത്തിലായിരിക്കുമെന്ന് പടച്ച തമ്പുരാൻ പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ചോദ്യത്തിന്റെ അർത്ഥം ഇതാണ്. ചരിത്രത്തിന്റെ ഇന്നലകളിൽ എത്ര അഹങ്കാരികളാണ് കഴിഞ്ഞു പോയത്. ഖാറൂൻ എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ സമ്പാദ്യവുമായി ഒറ്റയടിക്ക് ഭൂമിക്കടിയിലേക്ക് ആണ്ടുപോയില്ലേ? അബൂലഹബ് എന്ന് പറയുന്ന മനുഷ്യന്റെ അന്ത്യം എന്താണ് ചരിത്രത്തിലൂടെ വളരെ വ്യക്തമായി പഠിച്ചവരാണ് നാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യം, കം തറകൂ മിൻ ജന്നാതിൻ വഉയൂൻ. എത്രയെത്ര ഇന്നലകളിൽ, ചരിത്രത്തിൽ ഇന്നലകളിൽ എത്രയെത്ര നായകന്മാരാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ളത്. അവരൊക്കെ ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ വല്ലതും കൊണ്ടുപോയോ, വല്ലതും എടുത്തോ, വല്ലതും സമ്പാദിച്ചോ? ഇല്ല. ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ വെറും കൈകളുമായാണ് ഈ പോയ മനുഷ്യന്മാരൊക്കെ തിരിച്ചു പോയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സത്യവിശ്വാസികളെ,
സത്യവിശ്വാസിനികളെ, ഈ ഒരു മരണം, ഞാനും നിങ്ങളും പോകേണ്ട ഈ മരണം, ഞാനും നിങ്ങളും നടത്തേണ്ട ഈ യാത്ര, ഈ യാത്രക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരുക്കം നടത്തിയിട്ടുണ്ടോ? ഈ യാത്രക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും സാമഗ്രികൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല എന്നതായിരിക്കും ഭൂരിപക്ഷം ആളുകളുടെ അഭിപ്രായം. നിങ്ങൾ ഇന്ന് വീട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ, വീട്ടിൽ കിടന്നുറങ്ങുന്നതിന്റെ മുന്നേ കട്ടിലിന് മുകളിൽ മലർന്നു കിടന്നുകൊണ്ട് രണ്ട് കണ്ണുകളും അടക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയുക, ദിവസത്തെ കുറിച്ച്, ഞാൻ മരിക്കുന്ന ദിവസം, എന്റെ ശരീരം ചേതനയറ്റ് കിടക്കുന്ന ദിവസം, ആശുപത്രിയിൽ നിന്നോ, ആക്സിഡന്റ് സംഭവിച്ച സ്ഥലത്ത് നിന്നോ, ഹാർട്ട് അറ്റാക്ക് സംഭവിച്ച സ്ഥലത്ത് നിന്നോ, കുഴഞ്ഞു വീണ സ്ഥലത്ത് നിന്നോ എന്റെ കൂട്ടുകാരനെ വാരിയെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആശുപത്രിയുടെ ഡോക്ടർ എന്റെ മരണം സ്ഥിരീകരിച്ചു. വിറയാർന്ന കൈകളോടെ ആശുപത്രിയിലെ നടപടികൾ മുഴുവനും കഴിഞ്ഞ് സ്ട്രക്ചറിൽ എന്റെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരുമ്പോ വിറയാർന്ന കണ്ണുകളുമായി, വിറയാർന്ന നിറഞ്ഞ കണ്ണുകളും വിറയാർന്ന ചുണ്ടുകളുമായി എന്നെ സ്വീകരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ ലേബർ റൂമിന്റെ പുറത്ത് അമ്മാവന്മാരും വാപ്പയും അതുപോലെ തന്നെ കുടുംബക്കാരും കൂട്ടുകാരെല്ലാം കാത്തിരിക്കുകയാണ് പുഞ്ചിരിയോടുകൂടി. ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. എന്നാൽ ഒരു ദിവസമുണ്ടായിരിക്കും ICUവിൽ നിന്ന് നിന്റെ ശരീരം ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ദിവസം, ആശുപത്രിയിൽ നിന്ന് നിന്റെ ചേതനയേറ്റ ശരീരം പുറത്തേക്ക് കൊണ്ടുവരുന്ന ദിവസം. അന്ന് നീ ജനിച്ച ദിവസം ചിരിച്ചവരെല്ലാം കരയുന്നുണ്ടായിരിക്കും. നിന്റെ ഡെഡ് ബോഡി, നിന്റെ മൃതദേഹം ഏറ്റെടുക്കുന്ന ആളുകളെല്ലാം കരയുന്നവരായിരിക്കും. കണ്ണുകൾ മുഴുവൻ കരയുമ്പോ ചിരിക്കണ്ടേ നിനക്ക്, സന്തോഷിക്കണ്ടേ നിനക്ക്? ചിരിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് നിർവൃതി അടഞ്ഞുകൊണ്ട് ഈ ലോകത്ത് നിന്ന് യാത്ര പോകാനാകണം മനുഷ്യ നിന്റെ പ്രവർത്തനം എന്ന് ഒരു കവിതയിലൂടെ സുന്ദരമായ ആഖ്യാനത്തിലൂടെ പറയാൻ നമ്മൾ ആലോചിക്കണം. കണ്ണ് തുറക്കാതെ ഒരു 10 മിനിറ്റ് സമയം ഞാൻ പറയുന്നത് മുഴുവൻ നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് ആശുപത്രിയിൽ നിന്ന് എന്റെ ചേതനയേറ്റ മൃതദേഹം എടുത്ത് അത് ആംബുലൻസിൽ കയറ്റി എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ, എന്റെ വീടിന്റെ പുറത്ത് കൊല്ലങ്ങളായി കാണാതിരുന്ന, ഞാനുമായി തെറ്റിയിരുന്ന, ഞാനുമായി പിണക്കത്തിലായിരുന്ന എന്റെ കുടുംബക്കാരും എന്റെ സുഹൃത്തുക്കളും എന്റെ അകന്ന കുടുംബക്കാരും അയൽവാസികളുമെല്ലാം എന്റെ വീടിന്റെ പുറത്ത് തടിച്ചുകൂടി നിൽക്കുമ്പോ, ആൾക്കൂട്ടങ്ങൾക്കിടയിലൂടെ, ആൾക്കൂട്ടങ്ങൾക്ക് നടുവിലൂടെ എന്റെ ചേതനയേറ്റ ശരീരം എന്റെ വീടിന്റെ അകത്തേക്ക് കയറ്റുമ്പോ, എന്നേക്കുമായി എന്നെ നഷ്ടപ്പെട്ട വിരഹത്തിന്റെ ദുഃഖഭാരം സഹിക്കാൻ കഴിയാതെ എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കരച്ചില്, എന്റെ പ്രിയപ്പെട്ട മക്കളുടെ കരച്ചില് മറുപടി പറയാൻ കഴിയാതെ, അനങ്ങാൻ കഴിയാതെ ഞാൻ കിടക്കുന്ന ഒരു ദിവസം, അവസാനം എന്റെ മകൻ വന്ന് എന്റെ തലയിൽ നിന്ന് തുണി മാറ്റി എന്റെ നെറുകയിലേക്ക് ചുംബിക്കുന്ന ഒരു ദിവസം, ഒരാളെ പോലും ഇന്ന് വരെ ആശ്രയിക്കാത്ത എന്നെ ആളുകൾ താങ്ങിയെടുത്ത് എന്റെ വീടിന്റെ പുറത്ത് പന്തല് കെട്ടി അവിടെ വെച്ച് എന്നെ കുളിപ്പിക്കുന്ന ഒരു ദിവസം. ആ കുളിപ്പിക്കൽ കഴിഞ്ഞാൽ കഫൻ പുടവ ചുറ്റിക്കൊണ്ട് വീണ്ടും വീടിന്റെ സെൻട്രൽ ഹാളിലേക്ക് കൊണ്ടുവന്ന്, ആരെങ്കിലും എനിക്ക് കാണാൻ ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചു അവസാനത്തെ യാത്രക്ക് വേണ്ടി എന്നെ ഒരുക്കുന്ന ഒരു ദിവസം. ആ ദിവസത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ആ ദിവസത്തിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? അവസാനമായി കഫൻ പുടവ പൊതിഞ്ഞ് എന്റെ വീടുമായി ഞാൻ പടുത്തുയർത്തിയ എന്റെ വിയർപ്പിന്റെ കണങ്ങളുള്ള എന്റെ പ്രിയപ്പെട്ട ഭവനവുമായി ഏതൊരു വീടിന്റെ വരാന്തയിലാണോ ദിവസവും രാവിലെ ഇരുന്ന് ഞാൻ പത്രം വായിച്ചിരുന്നത്, ഏതൊരു വീട്ടിലാണോ ഞാൻ ഉറങ്ങിയിരുന്നത്, ഞാൻ വരാതെ കിടന്നുറങ്ങാതെ എന്നെ കാത്തിരിക്കുന്ന ഭാര്യ ഏതൊരു വീട്ടിലാണോ ഉള്ളത്, ആ വീട്ടിൽ നിന്ന് എന്നേക്കുമായി ഞാൻ യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോ, ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത യാത്ര ഞാൻ ഇറങ്ങുമ്പോ, എന്റെ 2 ആൺമക്കളുടെ 2 തോളത്തായി മയ്യത്ത് കട്ടിലിൽ പള്ളിക്കാട്ടിലേക്ക് ഞാൻ യാത്രയാകുമ്പോ, അവിടെ ചിന്തിക്കണം, ആലോചിക്കണം. പള്ളിയിലേക്ക് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ആ പള്ളിയുടെ 1-ാമത്തെ സഫിൽ എന്റെ മയ്യത്ത് കിടത്തി എന്റെ മകൻ എനിക്ക് വേണ്ടി നമസ്കരിക്കുമോ, എന്റെ പ്രിയപ്പെട്ട മോൻ എനിക്ക് വേണ്ടി നമസ്കരിക്കുമോ? എനിക്ക് വേണ്ടി നമസ്കരിക്കുമ്പോ അവന്റെ കണ്ണുകൾ നിറയുമോ? അവന്റെ തൊണ്ടയിടറുമോ? അവന്റെ ഹൃദയം തകരുമോ? അവൻ കരയുമോ? 3-ാമത്തെ തക്ബീർ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹ്മുഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സി' മദ്ഖലഹു എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോ എന്റെ പ്രിയപ്പെട്ട മകൻ എനിക്ക് വേണ്ടി കരയുമോ? ഓർത്തു നോക്കണം. അവിടെ
മയ്യിത്ത് നമസ്കാരം കഴിഞ്ഞ് മയ്യിത്ത് കട്ടിൽ നിന്ന് പുറത്തേക്കെടുത്തു ഖബർസ്ഥാനിന്റെ അകത്തേക്ക് കൊണ്ടുപോയി ആ ഖബറിൽ കുഴിച്ചു വെച്ച 6 അടി മണ്ണിലേക്ക് എന്നെ ഇറക്കി വെക്കുമ്പോ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. എല്ലാ പണക്കാർക്കും മടങ്ങാനുള്ള, എല്ലാ സുന്ദരന്മാർക്കും മടങ്ങാനുള്ള, എല്ലാ അധികാരികൾക്കും മടങ്ങാനുള്ള മനുഷ്യന്റെ ജീവിതത്തിലെ അനിവാര്യമായ മടക്കയാത്ര, അവിടെ ആ ഖബറിലേക്ക് എന്നെ വെക്കുന്ന ആ ഒരു രംഗം കണ്ണടച്ച രാത്രി നിങ്ങൾ ഓർക്കണം. ഓരോ രംഗവും എന്നെ കുളിപ്പിക്കുന്ന, എന്നെ കഫൻ പുടവ ഉടുപ്പിക്കുന്ന, എന്നെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്ന, ഖബറിലേക്ക് എന്നെ വെക്കുന്ന ആ രംഗം ഒരു ദിവസം, ഒരാഴ്ചയിൽ ഒരു തവണയെങ്കിലും ഓർക്കാൻ നമുക്ക് കഴിയണം. ആ ഓർമ്മ അത് യഥാർത്ഥത്തിലാണെങ്കിൽ അടച്ച കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിന്റെ തുള്ളികൾ അറിയാതെ പുറത്തേക്ക് വരും. നമുക്ക് ആ വിരഹത്തിന്റെ ദുഃഖങ്ങൾ അനുഭവിക്കാൻ കഴിയും. നമ്മൾ നന്നാവും. അതുപോലെ സഹോദരങ്ങളെ, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഖബർസ്ഥാൻ സന്ദർശിക്കാൻ നമ്മൾ തയ്യാറാകണം. ജാറങ്ങളും മക്ബറകളുമല്ല, 1000-ന്റെയും 500-ന്റെയും 2000-ന്റെയും നോട്ടുകൾ വലിച്ചെറിഞ്ഞ ആളുകൾ പോകുന്ന ദുനിയാവിന്റെ മത്ത് പിടിപ്പിക്കുന്ന ഓർമ്മകൾ മാത്രമുള്ള ജാറങ്ങളല്ല, മറിച്ചോ ആരാരും കടന്നു ചെല്ലാത്ത, മരിച്ചാലും ആരെങ്കിലും മരണപ്പെട്ടാലും മാത്രം കടന്നു ചെല്ലുന്ന പള്ളിക്കാട്ടിന്റെ ഒത്ത നടുവിൽ പോയി നിൽക്കണം. എന്നിട്ട് 2 ഭാഗത്തേക്കും ഒന്ന് നോക്കണം. നിരന്ന് നിൽക്കുന്ന ഖബറുകൾ, ആ ഖബറുകൾക്ക് നടുവിൽ നിരന്ന് നിൽക്കുന്ന കല്ലുകൾ കാണുമ്പോ സ്വന്തത്തോട് പറയണം, ഒരു ദിവസം ഞാൻ ആരെങ്കിലും ഇവിടെ വന്ന് നിൽക്കുമ്പോ ഈ കല്ലുകൾക്കിടയിൽ എന്റെ കല്ലുമുണ്ടായിരിക്കും എന്നോർക്കാൻ നമുക്ക് കഴിയണം. മരണത്തെക്കുറിച്ച് ഓർക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ മരണത്തിനും അപ്പുറം ഒരു ജീവിതമുണ്ട്, യഥാർത്ഥമായ ജീവിതം. ഞാനും നിങ്ങളും ഹൃദയത്തിൽ യഥാർത്ഥമായി അംഗീകരിച്ചിട്ടില്ലാത്ത ജീവിതം. സഹോദരങ്ങളെ, ആ മരണത്തോടുകൂടി മരിക്കേണ്ടതില്ല. അതിന്റെ മുന്നേ നമ്മൾ പലതും കാണാൻ തുടങ്ങുകയാണ്, പലതും കേൾക്കാൻ തുടങ്ങുകയാണ്, പലതും അനുഭവിക്കാൻ തുടങ്ങുകയാണ്, പലതും ആസ്വദിക്കാൻ തുടങ്ങുകയാണ്. മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യന്റെ കട്ടിലിന്റെ ചുറ്റിലും ചില അതിഥികൾ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിഥികൾ ആരാണെന്നറിയുമോ? അല്ലാഹുവിന്റെ മലക്കുകളാണ്, മലായികത്തുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഒരു കാര്യം പറയുന്നുണ്ട്. വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത് വൽ മലായികതു ബാസിതു ഐദീഹിം ഖ്രിജൂ അൻഫുസകും അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ് വകുൻതും മൻ ആയാതിഹി തസ്തക്ബിറൂൻ. ജീവിതത്തെ പാപഭംഗിലമാക്കിയവർ, ജീവിതത്തിൽ താന്തോന്നികളായി ജീവിച്ചവർ, തോന്നിവാസമനുഷ്ഠിച്ചുകൊണ്ട് ജീവിച്ചവർ, അവർ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ വരുമെന്നാണ്. ആ മലക്കുകളുടെ വസ്ത്രധാരണ രീതി എന്താണെന്ന് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കറുത്ത വസ്ത്രധാരികളായ, ദുർഗന്ധം വമിക്കുന്ന കമ്പിളി പുതപ്പുമായാണ് അവർ വരിക. ആ കട്ടിലിന്റെ ചുറ്റിലും നിന്നുകൊണ്ട് അവർ പറയുകയാണ്, എവിടെയാണ് നിങ്ങളുടെ ആത്മാക്കൾ, എവിടെയാണ് നിങ്ങളുടെ റൂഹ്? അതിനെ പുറത്തേക്ക് എടുക്കണേ, അതിനെ പുറത്തേക്ക് കൊണ്ടുവരണേ എന്ന് പറയുമ്പോ പ്രവാചകൻ പറയുന്നു, ആത്മാവതാ ശരീരത്തിന്റെ അകത്തേക്ക് വലിഞ്ഞു കയറുകയാണ്, ആത്മാവതാ ശരീരത്തിന്റെ അകത്തേക്ക് അഭയം പ്രാപിക്കുകയാണ്. എന്നാൽ അല്ലാഹുവിന്റെ മലക്കുകൾ അടിച്ചും ഇടിച്ചും ചൊഴിച്ചും പ്രഹരിച്ചും കൊണ്ട് ആത്മാവിനെ പുറത്തേക്ക് എടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ വേറൊരു മനുഷ്യരുണ്ട്. ആ മനുഷ്യരുടെ പ്രത്യേകത എന്താണ്? മരണശൈലിയിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അവരതാ വല്ലാത്തൊരു കാഴ്ച കാണുകയാണ്. നയനാനന്ദകരമായ, കർണാനന്ദകരമായ ഒരു കാഴ്ച. എന്താണ് ആ കാഴ്ച എന്നറിയുമോ? ആകാശലോകത്ത് നിന്ന് വെളുത്ത വസ്ത്രധാരികളായ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാണ്. എന്നിട്ട് ആ കട്ടിലിന്റെ അടുത്ത് ചെന്നുകൊണ്ട് പറയുകയാണ്, അസ്സലാമു അലൈക യാ അബ്ദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമയെ നിനക്ക് സമാധാനമുണ്ട് ഉണ്ടാകട്ടെ, അല്ലാഹുവിന്റെ അടിമയെ നിനക്ക് മോക്ഷമുണ്ടാകട്ടെ. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, അല്ലയോ ശാന്തി അടഞ്ഞ ആത്മാവേ, യാത്രക്കുള്ള സമയമാ ഇത്, തിരിച്ചുപോക്കിനുള്ള സമയമാണെന്ന് പറയുമ്പോ കൂജയിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നത് പോലെ,
വെണ്ണയിൽ നിന്ന് നൂലൂരിയെടുക്കുന്നത് പോലെ ആ ശരീരത്തിന്റെ അകത്ത് നിന്ന് ആത്മാവ് പുറത്തേക്ക് വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്തത് ഖബറിലേക്കുള്ള യാത്രയാണ്. മോശമായ ഒരു മനുഷ്യനെ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ ആ മയ്യിത്ത് വിലപിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മയ്യിത്ത് പറയുകയാണ്, എവിടേക്കാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്? എവിടേക്കാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്? ആരുടെ അടുത്തേക്കാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്? എന്റെ വീട്ടിൽ നിന്ന്, എന്റെ പാർപ്പിടത്തിൽ നിന്ന് എങ്ങോട്ടാണ് നിങ്ങൾ എന്നെ മാറ്റുന്നതെന്നാൽ, നല്ലൊരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യിത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ആ മയ്യിത്ത് പറയുമെന്നാണ്, എത്രയും പെട്ടെന്ന് എന്നെ കൊണ്ടുപോകണേ, എന്റെ വീട് എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, എന്റെ നാഥൻ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, എന്റെ കുടുംബം എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്നെ കൊണ്ടുപോകണേ എന്ന് നല്ല മനുഷ്യന്റെ മൃതദേഹം മയ്യിത്ത് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആ ഖബറിലേക്ക് എടുത്തു കഴിഞ്ഞാൽ, യാ ഖബ്റു ഹാദൽ ലൈഫു മാല ഉമ്മത്തിൻ ഫകബ്ബിർ വഹല്ലിൽ വഅൽഖി ലൈഫു ജാസിയാ. ആരോരുമില്ലാത്ത ഖബറ്, ചിതലുകളും പുഴുക്കളും മാത്രമുള്ള ഖബറ്, ഏകാന്തതയുടെ വീടായ, ഇരുട്ടിന്റെ വീടായ, പരുപരുത്ത മണൽ തിട്ടകളെ മാത്രം തലയിണയായിട്ടുള്ള വീടായ ഖബറ്. ആ ഖബറിന്റെ അകത്തേക്ക് മനുഷ്യനെ വെച്ച് കഴിഞ്ഞാൽ, കുടുംബക്കാര് തിരിച്ചു പോയി കഴിഞ്ഞാൽ, മക്കള് തിരിച്ചു പോയി കഴിഞ്ഞാൽ, സുഹൃത്തുക്കൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ, അവിടെ അങ്ങോട്ട് അധികാരമില്ല, പണമില്ല, സ്വാധീനമില്ല, അനുയായികളില്ല, ഭാര്യയില്ല, മക്കളില്ല, ഉമ്മയില്ല, ബാപ്പയില്ല, കുടുംബക്കാരില്ല, ആരാരുമില്ല, ഒറ്റക്കാണ്. അവിടെ ബാക്കിയാകുന്നത് മൂന്ന് കാര്യങ്ങളാണ്. എന്താണെന്നറിയുമോ? ഒന്നാമത്തത് അഅ്മാലുക സ്വാലിഹാത്ത്, നിന്റെ സൽക്കർമ്മങ്ങൾ മാത്രമാണ്, നിന്റെ സൽക്കർമ്മങ്ങൾ മാത്രമാണ് ഒന്നാമതായി ബാക്കിയാവുക. രണ്ടാമതായി സദഖത്തുൻ ജാരിയ, നീ എടുത്തു കൊടുത്ത പള്ളികൾ, നീ കുഴിച്ചു കൊടുത്ത കിണറുകൾ, നീ ഉണ്ടാക്കി കൊടുത്ത ജാരിയത്തായ സദഖ, ആളുകൾ ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ പണം കൊണ്ടുള്ള സദഖ. ആ സദഖയിൽ നിന്ന് ആളുകൾ ഉപകാരമെടുക്കുമ്പോഴെല്ലാം നിന്റെ ഖബറിലേക്ക് കൂലി വന്നുകൊണ്ടിരിക്കും, നിന്റെ ഖബറിലേക്ക് പ്രതിഫലം വന്നുകൊണ്ടിരിക്കും. മൂന്നാമതായി ബാക്കിയാകുന്നത് ഔലാദുക സ്വാലിഹാത്ത്, ഔലാദുക സ്വാലിഹാത്ത്. 5 വഖ്ത് നമസ്കാരത്തിന് ശേഷവും കൈയുയർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന മക്കളാണ്, സ്വന്തം മക്കളാണ്. 5 വഖ്ത് നമസ്കാരത്തിന് ശേഷവും റബ്ബിനോട്, പ്രിയപ്പെട്ട എന്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, പ്രിയപ്പെട്ട എന്റെ വാപ്പാക്ക് റഹ്മത്ത് ചെയ്യണേ അല്ലാ, എന്റെ ഉപ്പാന്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ എന്ന് 5 വഖ്ത് നമസ്കാരത്തിന് ശേഷവും പ്രാർത്ഥിക്കുന്ന മക്കളാണ്. 3 കാര്യങ്ങളല്ലാതെ മറ്റാരും തന്നെ ആ ഖബറിലേക്ക് നിന്നെ പിന്തുടർന്നു വരികയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖബറിലേക്ക് നമ്മെ വെച്ചു കഴിഞ്ഞാൽ ആ ഖബറിന് ഒരു ഇടുക്കമുണ്ടെന്ന് പ്രവാചകൻ പറയുകയാണ്. വാരിയല്ലുകൾ തമ്മിൽ കോർത്തിണങ്ങുമാറ് എല്ലാ ഖബറുകളും എല്ലാ മനുഷ്യരെയും, മുഅ്മിനാകട്ടെ കാഫിറാകട്ടെ ആരായാലും ആ ഖബർ ഇടുക്കി കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖബറിന്റെ ഇടുക്കം കഴിഞ്ഞാൽ അതാ വരികയാണ് രണ്ട് മലക്കുകൾ. ആ മലക്കുകളെ കുറിച്ച് റസൂലുള്ള പറയുകയാണ്, അസ്വദാനിഹിമാ വ അർസഖാനിഹിമാ, കറുകറുത്ത 2 മലക്കുകളാണ്, നീലക്കണ്ണുള്ള 2 മലക്കുകളാണ്. അവരതാ നിന്റെ ഖബറിലേക്ക് വരികയാണ്. ഇടിമുഴക്കം പോലെയാണ് അവരുടെ സംസാരം. അവര് ചോദിക്കുകയാണ്, അവര് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആത്മാവ് തിരിച്ചു നൽകിക്കൊണ്ട് ഖബറാളി എഴുന്നേറ്റ് നിർത്തിക്കൊണ്ട് അവര് ചോദിക്കുകയാണ്, മൻ റബ്ബുക, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? മാ ദീനുക, ഏതാണ് നിന്റെ ദീന്? മാ ഇമാമുക, എന്താണ് നിന്റെ അവലംബം, എന്താണ് നിന്റെ ആദർശം, എന്താണ് നിന്റെ ആശയം എന്ന് ആ മലക്കുകൾ ചോദിക്കുകയാണ്. എന്നിട്ട് പ്രവാചകന്റെ രൂപം കാണിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, മൻ ഹാദല്ലദീ ബുഇസ ഫീകും, ഈ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ മനുഷ്യൻ ആരാണെന്ന് ചോദിക്കുമ്പോ വൃത്തികെട്ട മനുഷ്യന്മാർ, ജീവിതത്തെ പാപഭംഗിലമാക്കിയ തൗഹീദില്ലാത്ത ശിർക്കിലൂടെ ജീവിച്ച ആളുകൾ മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയുകയാണ്, ഹാ ഹാ ലാ അദ്രി. ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നെ അടികിട്ടും എന്നാണ്, ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നെ ദണ്ഡ് കൊണ്ട് അടികിട്ടുമെന്നാണ്. ആ ദണ്ഡിനെ കുറിച്ച് പ്രവാചകൻ പറയുന്നു, ആ ദണ്ഡിനെ കൊണ്ടെങ്ങാനും ആ ദണ്ഡിനെ കൊണ്ടെങ്ങാനും ഒരു മലക്ക് മുകളിൽ അടിക്കുകയാണെങ്കിൽ
ആ മാമല തകർന്ന് പൊടിയായി പോകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദണ്ഡ് കൊണ്ടതായി ഖബറാളി ഒന്നാമതായി അടിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം മാദീനുക, ഏതാണ് നിന്റെ ദീന്? അതിലും ഈ വൃത്തികെട്ട മനുഷ്യൻ മറുപടി പറയുകയാണ്, എന്റെ നാശമേ, എന്റെ നാശമേ, എനിക്കൊന്നും അറിയില്ല. വീണ്ടും മടികൊള്ളുകയാണ്. വീണ്ടും ജീവൻ കൊടുത്തുകൊണ്ട് വീണ്ടും ചോദിക്കുകയാണ്, മാ ഇമാമുക, ഏതാണ് നിന്റെ അവലംബത്തിന്റെ ഗ്രന്ഥം? വീണ്ടും ഈ മനുഷ്യൻ പറയുന്നു, എന്റെ നാശമേ, എന്റെ നാശമേ, എനിക്കൊന്നും അറിയില്ല. അവിടെ വീണ്ടും മടികെട്ടുകയാണ്. നാലാമത്തെ ചോദ്യം, നിങ്ങളിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ പ്രവാചകൻ, ഈ മനുഷ്യൻ ആരാണെന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറയുകയാണ്, എന്റെ നാശമേ, എന്റെ നാശമേ, എനിക്കൊന്നും അറിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ ചോദ്യങ്ങൾ മുഴുവൻ രണ്ടാമതും ആവർത്തിക്കുന്നതാണ്. ഒന്നാമത്തെ ആവർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമതും ഈ ചോദ്യങ്ങൾ മുഴുവൻ മലക്കുകൾ ആവർത്തിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. എന്നാൽ നല്ലവരായ മനുഷ്യർ, മുഅ്മിനീങ്ങളായ മനുഷ്യർ ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ മലക്കുകൾ കടന്നു വന്നുകൊണ്ട് അവരോട് ചോദിക്കുകയാണ്, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്, ആരാണ് നിന്റെ രക്ഷിതാവ്? ഈ മുഅ്മിൻ മറുപടി പറയുകയാണ്, റബ്ബി അല്ലാഹ്, ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹുവാണ് എന്റെ റബ്ബ്, അല്ലാഹുവാണ് എന്റെ രക്ഷിതാവ്. മാദീനുക, ഏതാണ് നിന്റെ മതം, എന്താണ് നീ അവലംബിച്ചത്? ദീനിയൽ ഇസ്ലാം, ഏതാണ് നിന്റെ അവലംബ ഗ്രന്ഥം എന്ന് ചോദിക്കുമ്പോ അൽ ഖുർആൻ, അലിംതു വസദഖതു, ഞാൻ ആ ഖുർആൻ പഠിക്കുകയും സത്യപ്പെടുത്തുകയും ചെയ്തു എന്ന് ഈ ഖബറാളി മറുപടി പറയുകയാണ്. ഒന്നാമത്തെ വട്ടം ചോദ്യം ചോദിച്ചു കഴിയുമ്പോ രണ്ടാമതും മലക്കുകൾ ചോദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. എന്നാൽ രണ്ടാമത്തെ ചോദ്യം ശൗര്യത്തോടെയായിരിക്കും, രണ്ടാമത്തെ ചോദ്യം ദേഷ്യത്തോടെയായിരിക്കും, രണ്ടാമത്തെ ചോദ്യം ഗൗരവത്തോടെയായിരിക്കും. മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ് എന്ന് പേടിപ്പിക്കുന്ന സ്വരത്തിൽ മലക്കുകൾ ചോദിക്കുമ്പോ തെല്ലും പേടിക്കാതെ, തെല്ലും ബേജാറാവാതെ ഈ മുഅ്മിനായ മനുഷ്യൻ ഖബറാളി പറയുകയാണ്, റബ്ബി അല്ലാഹ് വഅമാമി അൽ ഖുർആൻ വഹാദല്ലദീ അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മറുപടി കഴിയുന്ന സമയത്ത് അല്ലാഹ് പറയുകയാണ്, പരിശുദ്ധ ഖുർആനിൽ പടച്ച തമ്പുരാൻ പറയുന്നു, സബ്ബിതുല്ലാഹുല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത് ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. തൗഹീദിന് വേണ്ടി നിലകൊണ്ട ആളുകൾ, തൗഹീദിന് വേണ്ടി ഏറുകൊണ്ട ആളുകൾ, തൗഹീദിന് വേണ്ടി പരിഹാസമേറ്റെടുത്ത ആളുകൾ, തൗഹീദിന് വേണ്ടി നെറ്റിത്തടത്തിലെ വിയർപ്പുണങ്ങാതെ അഹോരാത്രം പരിശ്രമിച്ച ആളുകൾ, അവർ മരിച്ചു കഴിഞ്ഞാലും ഖബറിടങ്ങളിലും നാളെ മഹ്ശറയിലും പരലോകത്തും അല്ലാഹുവാത്ത കലിമത്തിൽ അവരെ ഉറപ്പിച്ചു നിർത്തുന്നതാണ്, ആ തൗഹീദിൽ അവരെ ഉറപ്പിച്ചു നിർത്തുന്നതാണെന്ന് പടച്ച തമ്പുരാൻ പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. അങ്ങനെ ഈ ചോദ്യോത്തരങ്ങൾ കഴിഞ്ഞാൽ വൃത്തികെട്ട മനുഷ്യരോട് മലക്കുകൾ പറയുകയാണ്, നീ നിന്റെ ഇടത് ഭാഗത്തേക്കൊന്ന് നോക്കിക്കോ, നീ നിന്റെ ഇടത് ഭാഗത്തേക്കൊന്ന് നോക്കിക്കോ എന്ന് പറയുമ്പോ ഈ മനുഷ്യന്റെ മുന്നിലേക്ക് നരകത്തിന്റെ വാതിലതാ തുറന്നു കൊടുക്കപ്പെടുകയാൽ ആ നരകത്തിനകത്തുള്ള ശിക്ഷകൾ ഈ മനുഷ്യൻ കണ്ണുകൊണ്ട് കാണുകയാൽ പേടിച്ചു വിറച്ചു നിൽക്കുന്ന ഈ മനുഷ്യനോട് മലക്കുകൾ പറയുകയാണ്, ഹാദൽ മസീർ, ഇതാണ് നിനക്ക് തിരിച്ചു പോകാനുള്ള സമയം, ഇതാണ് നിനക്ക് മടങ്ങി പോകാനുള്ള സ്ഥലം എന്ന് മലക്കുകൾ പറയുമ്പോ ഈ മനുഷ്യൻ അല്ലാഹുവിനോട് പറയുകയാണ്, കാരുണ്യവാനായ നാഥാ, കാരുണ്യവാനായ അല്ലാഹ്, ഖിയാമത്ത് നാളിന് നീ ഒരിക്കലും സംഭവിപ്പിക്കരുതേ, ഈ ഖബറിന്റെ അകത്തുള്ള അദാബ് സഹിച്ചുകൊണ്ട് ഞാൻ കഴിഞ്ഞുകൊള്ളാം. യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, എന്റെ ഈ ജീവിതത്തിന് വേണ്ടി ഞാനൊന്നും തന്നെ മാറ്റി വെച്ചിട്ടില്ലല്ലോ, എന്റെ ഈ ജീവിതത്തിന് വേണ്ടി ഞാനൊന്നും തന്നെ കരുതി വെച്ചിട്ടില്ലല്ലോ, എന്റെ നാശമേ, യാ ലൈതനി കുന്തു തുറാബാ, ഒരു പിടി മണ്ണായി ഞാൻ മാറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു നാഥാ എന്നാ മനുഷ്യൻ മറുപടി പറയുകയാണ്. മലക്കുകൾ തിരിച്ചു പോകുമ്പോ ആ ഖബർ മുഴുവൻ ദുർഗന്ധം കൊണ്ട് നിറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ആ ദുർഗന്ധം വരുന്ന സ്രോതസ്സിലേക്ക് മനുഷ്യൻ നോക്കുമ്പോ പിശാചിന്റെ രൂപമുള്ള, പിശാചിന്റെ മുഖമുള്ള ഒരു മനുഷ്യനതാ കടന്നു വരികയാണ്. വൃത്തികെട്ട മുഖഭാവമുള്ള, വൃത്തികെട്ട ശരീരമുള്ള, നാറിപ്പൊട്ടുന്ന ദുർഗന്ധമുള്ള ഒരു മനുഷ്യൻ അങ്ങോട്ട് കടന്നു വരികയാണ്. പേടിച്ചു വിറച്ചുകൊണ്ട് ഈ ഖബറാളി ചോദിക്കുകയാണ്, മന്നൻ, ആരാണ് നീ, ആരാണ് നീ, എന്തിനാണ് എന്റെ ഖബറിലേക്ക് നീ വന്നത്? ഈ കടന്നു വന്ന ആഗതൻ പറയുകയാണ്, അഅ്മാലുക സ്വാലിഹാത്ത്,
ഞാൻ നിന്റെ വ്യഭിചാരമാണ്, ഞാൻ നിന്റെ നമസ്കാരം ഒഴിവാക്കലുകളാണ്, ഞാൻ നിന്റെ ബിദ്അത്താണ്, നിന്റെ ശിർക്കാണ്, നിന്റെ അഹങ്കാരമാണ്, നിന്റെ ചതിയാണ്, നിന്റെ വഞ്ചനയാണ്. അന അഅമാലുക സ്വാലിഹാത്ത്, ഞാൻ നിന്റെ വൃത്തികെട്ട കർമ്മങ്ങളാണ്. അവിടെ വെച്ച് ഈ മനുഷ്യൻ വീണ്ടും പറയുകയാണ്, യാ ലൈതനി കുന്തു തുറാബാ, നാദാ ഞാനൊരു പിടി മണ്ണായി മാറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആ ഖബറിൽ കിടന്നുകൊണ്ട് ഈ മനുഷ്യൻ ഖിയാമത്ത് നാൾ വരെ അദാബ് അനുഭവിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടണേ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. തഹയ്യാത്തുൻ അവസാനത്തിലെ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന എപ്പോഴും ഉരുവിടണമെന്ന് പ്രവാചകൻ പറഞ്ഞു തന്നതുകൊണ്ടാണ്. ഖബറിൽ ഭയാനകമായ ശിക്ഷയുണ്ട്, ഭയാനകമായ അദാബുണ്ട്. എന്നാൽ കേൾക്കണോ സഹോദരങ്ങളെ, നല്ല മനുഷ്യർ, തൗഹീദുള്ള മനുഷ്യർ, ബിദ്അത്തിൽ നിന്ന് സ്വന്തത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച മനുഷ്യർ, അവര് ഖബറിൽ കിടക്കുന്ന സമയത്ത് മലക്കുകൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ ആ ഖബറതാ വിശാലമാകുകയാണ്. കണ്ണെത്താ ദൂരത്തോളം ആ ഖബറിന്റെ രണ്ട് വ്യക്തികൾ അകന്നു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ആ ഖബറിൽ പ്രകാശം കൊണ്ട് നിറയുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. പെട്ടെന്ന് ആ ഖബറിൽ എന്തെന്നില്ലാത്ത സുഗന്ധം വരികയാണ്, എന്തെന്നില്ലാത്ത സുഗന്ധം. ആ സുഗന്ധം വരുന്ന സ്രോതസ്സിലേക്ക് ഈ മനുഷ്യൻ നോക്കുന്ന സമയത്ത്, ഖബറാളി നോക്കുന്ന സമയത്ത് അതാ ഒരു മാന്യനായ മനുഷ്യൻ കടന്നു വരികയാണ്. മാന്യമായ രീതിയിൽ വസ്ത്രം ധരിച്ച മാന്യനായ ഒരു മനുഷ്യൻ ആ ഖബറിലേക്ക് കടന്നു വരുന്നു. ഖബറാളി ചോദിക്കും, ആരാണ് നീ, എന്തിനാണ് നീ എന്റെ ഖബറിലേക്ക് വന്നത്? ആ മനുഷ്യൻ മറുപടി പറയുകയാണ്, അഅമാലുക സ്വാലിഹാത്ത്, ഞാൻ നിന്റെ സൽക്കർമ്മങ്ങളാണ്, ഞാൻ നിന്റെ നമസ്കാരമാണ്, നിന്റെ വ്രതാനുഷ്ഠാനമാണ്, നിന്റെ സത്യസന്ധതയാണ്, നിന്റെ അദ്കാറുകളാണ്, നിന്റെ ഖുർആൻ പാരായണങ്ങളാണ്. മുതുമണവാളൻ ഉറങ്ങുന്നത് പോലെ നീ ഉറങ്ങിക്കൊള്ളുക. നിന്നാരും തന്നെ ശല്യം ചെയ്യാൻ വരില്ല, നിന്നാരും തന്നെ ഉപദ്രവിക്കാൻ വരില്ല. സ്വർഗത്തിലേക്ക് തുറന്നിടപ്പെട്ട ഈ വാതിലിന്റെ അകത്തുകൂടി വരുന്ന കുളിർക്കാറ്റ് അനുഭവിച്ചുകൊണ്ട് നീ ഉറങ്ങിക്കൊള്ളുക. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാമത്തെ തവണ കാഹളത്തിൽ ഓതുന്നത് വരെ നീ ഉറങ്ങിക്കൊള്ളുക എന്ന് ഈ മനുഷ്യനോട് ഈ മനുഷ്യനാഗതൻ പറയുകയാണ്. അങ്ങനെ ആ ഖബറാളി കിടന്നുറങ്ങുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഏതുവരെ? ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് വരെ, അന്ത്യനാൾ സംഭവിക്കുന്നത് വരെ. ആ അന്ത്യനാളിനെ കുറിച്ച് പല പേരുകളിൽ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. യൗമുൽ ഖിയാമ എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, യൗമുസ് സാഅ എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, അസ്വാഖ എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, താമത്തുൽ കുബ്ര എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, അൽ ഖാരിഅ എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ ഒരുപാട് പേരുകളിൽ അന്ത്യനാളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ അന്ത്യനാളിൽ ഉണ്ടാകാൻ പോകുന്ന ഭീകരവും ഭയാനകവുമായ പ്രതിഭാസങ്ങളെ കുറിച്ചും ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഖറജത്തിൽ അർദു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാലഹാ. മനുഷ്യൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ഭൂമി വിറക്കാൻ തുടങ്ങുമ്പോ, ഭൂമി കുലുങ്ങാൻ തുടങ്ങുമ്പോ, ഭൂമിക്കകത്തുള്ള സകലമാനതും അത് പുറത്തേക്ക് വലിച്ചെറിയുന്ന സമയത്ത് വഖാലൽ ഇൻസാനു മാലഹാ, ഭൂമിയെ കുറിച്ചെല്ലാം പഠിച്ചുവെന്ന അഹങ്കാരം കൊള്ളുന്ന മനുഷ്യനറിയാതെ അവിടെ ചോദിച്ചു പോകുകയാണ്, എന്താണ് ഈ ഭൂമിക്ക് പറ്റിയത്, എന്താണ് ഈ ഭൂമി ലോകത്തിന് പറ്റിയത്? അവിടെ ഭൂമി അതാ സംസാരിക്കാൻ തുടങ്ങുകയാണ്, അതിന്റെ കാര്യങ്ങൾ ഭൂമി അതാ പറയാൻ തുടങ്ങുകയാണെന്ന് പറയുന്നു. വൽ ഖാരിഅ മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. ആ വമ്പിച്ച സംഭവം എന്താണെന്ന് പ്രവാചകരെ താങ്കൾക്കറിയുമോ? യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂസ്. മനുഷ്യരതാ ഈ ആമ്പാറ്റകളെ പോലെ പാറിക്കളിക്കുകയാണ്. വതകൂനുൽ ജിബാലു കൽഹിൽ മൻഫൂഷ്. പർവ്വതങ്ങളതാ കമ്പിളികൾ പോലെ കുടയപ്പെടുകയാണ്. ഇദ ശംസു കുവ്വിറത് വഇദൻ നുജൂമു കദറത് വഇദൽ ബിഹാറു സുജ്ജിറത്. സൂര്യനതാ ചുറ്റപ്പെടുകയാണ്, പ്രകാശം നഷ്ടപ്പെടുകയാണ്, നക്ഷത്രങ്ങളതാ പരസ്പരം കൂട്ടിയിടിക്കുകയാണ്, ഭ്രമണപഥത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുകയാണ്, കടലുകളതാ ഇളക്കിമറിക്കപ്പെടുകയാണ്, പർവ്വതങ്ങളതാ നടത്തപ്പെടുകയാണ്, ഭൂമിയതാ വിണ്ടുകീറുകയാണ്. ഇത് ആകാശം വിണ്ടുകീറുകയാണ്, നക്ഷത്രങ്ങളതാ ഉതിർന്നു വീഴാൻ തുടങ്ങുകയാണ്. ഖിയാമത്ത് നാളിന്റെ പ്രതിഭാസം, ഖിയാമത്ത് നാളിന്റെ നടക്കുന്ന പ്രതിഭാസങ്ങളാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞത്. വമാ അംറുനാ ഇല്ലാ വാഹിദത്തുൻ കലംഹിം ബിൽ ബസർ. കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ടെല്ലാം സംഭവിച്ചു തീരുമെന്ന് പടച്ച തമ്പുരാൻ.
ഈ ആയത്ത് വല്ലാത്തൊരു അത്ഭുതമാണ്. ഈ ആയത്ത് സ്റ്റീഫൻ ഹോക്കിൻസിനെ പോലെയുള്ള ലോകപ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാർ ഇന്നും അതിന് പിന്നാലെ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല എൻസൈക്ലോപീഡിയകളും ഈ ലോകത്തിന്റെ പര്യവസാനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫേസ് ട്രാൻസിഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെ കുറിച്ച് ഫിസിക്കൽ സയൻസിൽ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ഈ ഫേസ് ട്രാൻസിഷൻ, അതായത് ഈ ലോകം മുഴുവൻ മറ്റൊന്നായി മാറുക, ഈ ലോകം മുഴുവൻ മറ്റൊന്നായി മാറ്റപ്പെടുക, നശിച്ചു പോകുക. സൂറത്തുൽ കഹ്ഫിലൂടെ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, വഇന്നാ ലജാഇലൂന മാ അലൈഹാ സഈദൻ ജുർസാ ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ വഇന്നാ ലജാഇലൂന മാ അലൈഹാ സഈദൻ ജുർസാ. വല്ലാത്തൊരു വാക്കാണ് അല്ലാഹുവിന്റെ. 1500 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് ശാസ്ത്രം കണ്ടുപിടിക്കാൻ പോകുന്ന ഫേസ് ട്രാൻസിഷൻ എന്ന് പറയുന്ന അതിസങ്കീർണമായ പ്രതിഭാസത്തെ കുറിച്ച് പടച്ചതമ്പുരാൻ പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതാണ്. അല്ലാഹ് പറയുകയാണ്, ഈ ഭൂമിക്ക് മുകളിലുള്ള എല്ലാറ്റിനെയും ഞാൻ ഒരു അലങ്കാരമാക്കിയിരിക്കുകയാണ്. അധികം വൈകാതെ ഒരു വെളുവെളുത്ത മണൽ പരപ്പായി നാം അതിനെ മാറ്റുന്നതാണ്. ഫേസ് ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ മാസ് മുഴുവനും നഷ്ടപ്പെടുത്തി ഭൂമിയും ഗ്രഹങ്ങളും തമോഗർത്തങ്ങളും നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനുമെല്ലാം മറ്റൊരവസ്ഥയിലേക്ക് നശിച്ചുപോയി ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്ന അവസ്ഥ. അതിന്റെ സ്പാൻ ഓഫ് ടൈം പറയുന്നത് എത്ര അറിയോ? ഒരു നിമിഷത്തിന്റെ 1000-ലോ 10,000-ലോ ഒരു അംശം മാത്രമേ ആ ഒരു ഫേസ് ട്രാൻസിഷൻ നടക്കാൻ സമയമെടുക്കുള്ളൂ. ഈ ലോകം നശിക്കുന്നതിനെ കുറിച്ച് സ്റ്റീഫൻ ഹോക്കിൻസിനെ പോലെയുള്ള വലിയ വലിയ പണ്ഡിതന്മാർ പറയുന്നതാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ? വമാ അംറുനാ ഇല്ലാ വാഹിദതുൻ കലംഹിൻ ബിൽ ബസർ. മനുഷ്യരെ, കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് അത് സംഭവിക്കുന്നതാണ്. ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാം നശിക്കുന്നതാണ്, എല്ലാം അവസാനിക്കുന്നതാണ്. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. നിന്റെ റബ്ബ് മാത്രം, നിന്റെ രക്ഷിതാവ് മാത്രം അവിടെ അവശേഷിക്കുന്നതാണ്. പിന്നീട് അങ്ങോട്ട് ലോകമില്ല, നാഗരികതകളില്ല, കെട്ടിടങ്ങളില്ല, മാമലകളില്ല, ആറുകളും ആട്ടാറുകളും കാടുകളുമില്ല, മനുഷ്യരില്ല, മൃഗങ്ങളില്ല, പക്ഷികളില്ല, ഒന്നുമില്ല, മലക്കുകളില്ല, ജിന്നുകളില്ല, ആരും തന്നെയുള്ള ലോകം മുഴുവൻ ശൂന്യമാണ്. എത്രയോ കാലത്തിന് ശേഷം അല്ലാഹു ഉദ്ദേശിച്ചത്രയും കാലം കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്, ഇസ്രാഫീൽ ഒന്നുകൂടി സൂറിലൂതുക. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ജീവൻ കൊടുത്തുകൊണ്ട് പടച്ച തമ്പുരാൻ രണ്ടാമത് സൂറിലൂതിക്കും. അപ്പോഴതാ എല്ലാവരും എഴുന്നേറ്റ് വരികയാണ്. എല്ലാവരും നടന്നുകൊണ്ട് വിളിയാളത്തിനടുത്തേക്ക് നടന്നു പോകുകയാണ്. അവിടെ ചില ആളുകൾ ഖബറിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് കണ്ണു തിരുമ്മി ചോദിക്കുന്നതായി പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ഞങ്ങളുടെ നാശമേ, ആരാണ് ഞങ്ങളെ കുഴിമാടങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത്? ഇത് പ്രവാചകന്മാരുടെ വാഗ്ദാനമാണല്ലോ. അല്ലാഹ് പറഞ്ഞത് സത്യമായി പുലർന്നിരിക്കുന്നുവല്ല. ഞങ്ങളുടെ നാശമേ. ആ മഹ്ശറയിൽ വെളിയാളത്തിനടുത്തേക്ക് അവർ നടന്നു പോകുമ്പോ ആ മഹ്ശറ മൈതാനിയുടെ അവസ്ഥ എന്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. തലക്കുരിച്ചാണ് മുകളിൽ സൂര്യൻ കത്തിജ്വലിക്കും. എന്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസിനികളെ, ബുദ്ധി കൊണ്ട് ഈ ഹദീസുകൾ അളക്കരുതേ, ചിന്ത കൊണ്ട് ഈ ഹദീസുകൾ അളക്കരുതേ. നമുക്കല്ല നൽകിയ അറിവ് പരിമിതമാണ്. നമുക്കല്ല നൽകിയ മസ്തിഷ്കത്തിന് പരിമിതികളുണ്ട്. ആ മസ്തിഷ്കം ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അളക്കാൻ നമുക്ക് കഴിയില്ല. ആ മഹ്ശറയിൽ ഒരു ചാണ് മുകളിൽ സൂര്യൻ കത്തിജ്വലിക്കുമെന്ന് പടച്ച റബ്ബ് പറഞ്ഞാൽ സമിഅനാ വഅതഅനാ വആമന്ന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു, വിശ്വസിച്ചിരിക്കുന്നു. അതിന്റെ അപ്പുറത്തേക്ക് പറയാൻ മുസ്ലിമിന് അവകാശമില്ല, മുഅ്മിനിന് അവകാശമില്ല. അങ്ങനെ ആ മഹ്ശറയിൽ വെളിയാളത്തിലേക്ക് മനുഷ്യരിങ്ങനെ നടന്നു പോകുമ്പോ ആ നടന്നു പോക്ക് ആ മഹ്ശറയിലെ അലച്ചിൽ യുഗങ്ങളോളം നീളുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം.
അങ്ങനെ നടക്കുന്ന സമയത്ത് വവുദിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ. ചില ഗ്രന്ഥങ്ങൾ നൽകപ്പെടുമെന്നാണ്. ചില ആളുകൾക്ക് പിറകുവശത്തൂടെ ഇടത് കൈയിലേക്ക്, ചില ആളുകൾക്ക് മുന്നിൽ നിന്ന് വലത് കൈയിലേക്ക് ഗ്രന്ഥങ്ങൾ നൽകപ്പെടുമെന്നാണ്. ആ ഗ്രന്ഥം മറിച്ചു നോക്കിക്കൊണ്ട് ഫാസിഖായ ഒരു മനുഷ്യൻ പറയുകയാണ്, മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ. എന്തൊരു ഗ്രന്ഥമാണിത്, എന്തൊരു അത്ഭുതത്തിന്റെ ഗ്രന്ഥമാണിത്. എന്റെ ജീവിതത്തിന്റെ ഒരു രഹസ്യവും ഇത് വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ. മഹ്ശറയിൽ ഒന്നാമത്തെ പ്രതിഭാസമാണത്. നമ്മുടെയൊക്കെ പ്രവർത്തനത്തിന്റെ ആകെ തുകയായ നമ്മുടെ പ്രവർത്തനത്തിന്റെ ഗ്രന്ഥം നമ്മുടെ കയ്യിലേക്ക് നൽകപ്പെടുന്ന വല്ലാത്തൊരവസ്ഥ മുഅ്മിനീങ്ങളെ. അവിടെ രണ്ട് തരത്തിലുള്ള കൊടുക്കലാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. ഒന്നാമത്തത് വലത് കൈയിലേക്ക്, രണ്ടാമത്തത് ഇടത് കൈയിലേക്ക്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വലത് കൈയിലേക്ക് ഗ്രന്ഥം നൽകപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. കാരണം എന്താ നിങ്ങൾക്ക് ആ വലത് കൈയിലേക്ക് ഗ്രന്ഥം നൽകപ്പെട്ടവർ, ഖുർആനിന്റെ സംസാരം മനഃശാസ്ത്രപരമാണ്. മനുഷ്യന്റെ മനസ്സറിഞ്ഞിട്ടാണ് ഖുർആൻ സംസാരിക്കുക. മനുഷ്യന്റെ സൈക്കോളജി അറിഞ്ഞിട്ടാണ് ഖുർആൻ സംസാരിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മുടെ ചെറിയ മക്കൾക്ക് 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിഞ്ചു പൈതങ്ങൾ, നിഷ്കളങ്കരായ മക്കൾ, അവർ സ്കൂളിൽ നിന്ന് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വന്നാൽ 10ൽ 10 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ടീച്ചർ സ്റ്റാർ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓടി വന്നിട്ട് ഉമ്മാനോട് പറയും, ഉമ്മ എനിക്കൊന്ന് സ്റ്റാർ കിട്ടി, ഉമ്മ എനിക്കൊന്ന് വെരി ഗുഡ് കിട്ടി, ഉമ്മ എനിക്കൊന്ന് 10ൽ 10 മാർക്ക് കിട്ടി എന്ന് നമ്മുടെ പിഞ്ചു പൈതങ്ങൾ വന്ന് പറയില്ലേ? എന്നാൽ അവർക്ക് 10ൽ 2, 10ൽ 4, 10ൽ 3 മാർക്ക് കിട്ടിയാൽ ഉമ്മമാർക്ക് ആ പേപ്പർ കിട്ടുക പുസ്തകങ്ങളും ബാഗുകളും എടുത്തു വെക്കുമ്പോൾ മാത്രമാണ്. ആ പിഞ്ചു കുട്ടികളുടെ മനസ്സായി മഹ്ശറയിൽ മനുഷ്യരെല്ലാവരും മാറും. ഉടുതുണിയില്ലാതെയാണ് അവിടെ നിൽക്കുക. സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഉണ്ടാകും. പക്ഷേ ഒന്ന് നോക്കുക പോയിട്ട് ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയില്ല. അത്രക്ക് തകർന്ന് ഒരു പിഞ്ചു പൈതങ്ങളെ പോലെ പേടിച്ച് വിറച്ചിട്ടാണ് ഓരോ മനുഷ്യനും അവിടെ ഉണ്ടായിരിക്കുക. അവിടെ വലത് കൈയിലേക്ക് ഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ ആ ഗ്രന്ഥം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുമെന്ന് പ്രവാചകൻ റസൂലുള്ളാഹി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്താ അവർ പറയാറിയോ? ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂലു ഹാ ഉംഖറഉ കിതാബിയ ഇന്നി ظننت عني ملاق حسابيا فهو في عيشة راضية في جنة عالية قطوفها دانية كلوا واشربوا هنيئا بما أسلفتم في الأيام الخالية. വലത് കൈയിലേക്ക് ഗ്രന്ഥം നൽകപ്പെട്ടവർ ആ ഗ്രന്ഥം ഇങ്ങനെ തുറന്നു നോക്കിക്കൊണ്ട് ചുറ്റിലും ഓടുകയാണ്. മഹ്ശറയുടെ ചുറ്റിലും അവർ ഓടുകയാണ്. അവർ പറയുകയാണ്, ഹാ ഉഖ്റഉ കിതാബിയ ഉഖ്റഉ കിതാബിയ ഉഖ്റഉ കിതാബിയ. എന്റെ ഗ്രന്ഥം ഒന്ന് നോക്കണേ, എന്റെ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കണേ. ഞാൻ നോമ്പെടുത്തത്, ഞാൻ നമസ്കരിച്ചത്, ഞാൻ ക്ഷമിച്ചത്, ഞാൻ സത്യസന്ധത പുലർത്തിയത്, ആരാരും കാണാതെ രാത്രിയുടെ 3-ാമത്തെ യാമത്തിൽ എന്റെ റബ്ബിന്റെ മുന്നിൽ പൊട്ടി പൊട്ടി ഞാൻ കരഞ്ഞത്, എന്റെ ജീവിതത്തിന്റെ എല്ലാ രഹസ്യങ്ങളും ഈ ഗ്രന്ഥത്തിൽ ഇതാ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഇന്നി ظننت عني ملاق حسابيا. അറിയാമായിരുന്നു എനിക്ക് ഈ വിചാരണയുടെ വേദിയിൽ വരേണ്ടി വരുമെന്ന്. ഇന്നി ظننت عني ملاق حسابيا. എന്നിട്ടുള്ള പറയുകയാണ്, فهو في عيشة راضية. ഉന്നതമായ ജീവിതത്തിലായിരിക്കും അയാൾ. അയാളതാ സ്വർഗത്തിലേക്ക് നടന്നു പോകുമെന്ന് പടച്ചതമ്പുരാൻ പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. എന്നാൽ ചില ആളുകൾക്ക് ഇടത് കൈയിലേക്കാണ് നൽകപ്പെടുക. ഫമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹാ കാനത്തിൽ ഖാദിയ മാ അഗ്നാ അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ. ഇടത് കൈയിലേക്ക് ഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ ആ ഗ്രന്ഥത്തെ ശപിക്കുകയാണ്. എന്തൊരു വല്ലാത്ത ഗ്രന്ഥമാണ്, എന്തൊരു ഹലാക്കിന്റെ ഗ്രന്ഥമാണ്. എന്റെ ജീവിതത്തിലെ പാപക്കറകൾ മുഴുവൻ അതുപോലെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്റെ മരണത്തോടുകൂടി എല്ലാം അവസാനം
അവസാനിച്ചിരുന്നെങ്കിൽ മാ അഗ്നാ അന്നി മാലി, എവിടെയാണ് എന്റെ ധനം? ഹലക അന്നി സുൽത്താനിയ, എവിടെയാണ് എന്റെ അധികാര കസേരകൾ? ഖുദൂഹു ഫഗുല്ലൂ, അല്ലാഹുവിന്റെ ആജ്ഞ വരികയാണ്, അവനെ പിടിക്കുക, അമം വെക്കുക. സുമൽ ജഹീമ സല്ലൂ, കത്തിയാളെന്ന നരകത്തിലേക്ക് അവനെ ആനയിക്കുക. രണ്ട് തരത്തിലുള്ള ആളുകൾ, വലത് കൈയിലേക്ക് ഗ്രന്ഥം നൽകപ്പെടുന്നവരും ഇടത് കൈയിലേക്ക് ഗ്രന്ഥം നൽകപ്പെടുന്നവരും. അല്ലാഹു നമ്മെ വലത് കൈയിലേക്ക് ഏറ്റുവാങ്ങുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, അതിന് പരിശ്രമിക്കണം. നന്മയും തിന്മയും തൂക്കുന്ന സമയത്ത് നന്മ ഭാരമേറി നിൽക്കാൻ നമുക്ക് കഴിയണം. ആ മാശറ ഈ അവസ്ഥ പടച്ച തമ്പുരാൻ പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നീ. നന്മ കുറഞ്ഞിട്ട് നരകത്തിലേക്ക് എന്നെ ആനയിച്ചു കൊണ്ടുപോകുമ്പോ, നരകത്തിലേക്ക് എന്നെ തൊഴിച്ചു പിടിച്ചും കൊണ്ടുപോകുമ്പോ, എന്റെ ഉമ്മ എന്നെ കാണുകയാണ്, എന്റെ വാപ്പ എന്നെ കാണുകയാണ്, എന്റെ ഉമ്മ എന്റെ ഭാര്യ എന്നെ കാണുകയാണ്, എന്റെ മക്കൾ എന്നെ കാണുകയാണ്, എന്റെ സുഹൃത്തുക്കൾ എന്നെ കാണുകയാണ്. ആരും തന്നെ തിരിഞ്ഞു നോക്കില്ല, ആരും തന്നെ അവിടെ ശുപാർശ ചെയ്യില്ല, ആരും തന്നെ അവിടെ റെക്കമെൻഡ് ചെയ്യില്ല. നഫ്സി നഫ്സി, എന്റെ സ്വന്തം എന്റെ സ്വന്തം, ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെടുക, ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെടുക? ആ മഅ്ശറയിൽ ചില ആളുകളെ കുറിച്ച് പടച്ച തമ്പുരാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ അർശിന്റെ തണൽ നൽകപ്പെടുന്നവർ, വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശനം നൽകപ്പെടുന്നവർ, ജീവിതത്തിൽ 5 വഖ്ത് നമസ്കാരത്തിന് ശേഷവും റബ്ബിനോട് തേടേണ്ടതാണ് നാഥാ. ഒരു ചാണമുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോ, മനുഷ്യർക്കാർക്കും പരസ്പരം ഒരു ഉപകാരവും ചെയ്യാൻ കഴിയാതെ നിൽക്കുമ്പോ, നാഥാ, ഒരു പ്രവാചകനും ഒരു അമ്പിയാക്കൾക്കും ഒരു ശുഹദാക്കൾക്കും ഒരു സാലിഹീങ്ങൾക്കും ഒരു തെങ്ങന്മാർക്കും ഒരു പാവമാർക്കും ഒരു ബീവിമാർക്കും ശുപാർശ ചെയ്യാൻ പറ്റാത്തൊരു ദിവസം, നീ പറയാതെ തുറക്കാൻ പറ്റാത്തൊരു ദിവസം, ആ ദിവസത്തിൽ അർശിന്റെ തണൽ തന്ന് നീ സഹായിക്കണേ അല്ലാ, അർശിന്റെ തണൽ തന്ന് നീ കരുണ ചെയ്യണേ അല്ലാ എന്ന് എപ്പോഴും ഓരോ മുസ്ലിമും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അവിടെ മനുഷ്യരാശി വല്ലാത്തൊരു അനിശ്ചിതത്വത്തിലാണ്. അല്ലാഹ് വരില്ല വിചാരണക്ക്, കാരണം അല്ലാഹു അന്നേ ദിവസം കോപിഷ്ഠനാണ്. അതിന്റെ മുമ്പ് ഒരിക്കലും റബ്ബ് അങ്ങനെ കോപിച്ചിട്ടില്ല, ഇനി ഒരിക്കലും അങ്ങനെ കോപിക്കുകയുമില്ല. അത്രക്ക് കോപം ആളി നിൽക്കുകയായിരിക്കും റബ്ബിന്. മാശറയിലേക്ക് വരില്ല നാഥൻ. ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഇപ്പോഴൊക്കെ അല്ലാഹു കോപിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ കാരുണ്യം അല്ലാഹുവിന്റെ കോപത്തെ മറികടക്കുന്നു. എന്നാൽ മാശറയിൽ വിചാരണ ചെയ്യുന്ന ദിവസം അല്ലാഹു കോപിഷ്ഠനായിരിക്കും. കോപിച്ചിട്ടാണ് ഉണ്ടാവുക, വിചാരണക്ക് പോലും വരില്ല. സുബ്ഹാനല്ലാഹ്. അരംഗമൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ. അവിടെയാണ് മനുഷ്യരാശി മുഴുവൻ ഓരോ പ്രവാചകന്മാരുടെ അടുത്തേക്ക് പോകുന്നത്. ഖലീലുല്ലാഹി ഇബ്രാഹിം, കലാമുല്ലാഹി മൂസ, റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, ഓരോ ആളുടെയും അടുത്ത് പോയിട്ട് ഒന്ന് റബ്ബിനോട് പറയണം, ഒന്ന് അല്ലാഹുവിനോട് പറയണമെന്ന് പറയുമ്പോ പേടിച്ചാലില പോലെ അവർ മുഴുവനും പറയുകയാണ്, എന്റെ കാര്യം എന്താകുമെന്നറിയില്ല, എനിക്ക് എന്നെ കുറിച്ച് പേടിയാണ്, എനിക്ക് എന്നെ കുറിച്ച് പേടിയാണ്, നഫ്സി 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 എന്ന് ഓരോ പ്രവാചകന്മാരും പറയുകയാണ്. അവസാനം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് അദ്ദേഹത്തിന്റെ ഉമ്മത്ത് പരാതി ബോധിപ്പിക്കുമ്പോൾ അനിമിഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിന്റെ മുന്നിലേക്ക് സുജൂദിലേക്ക് വീഴുകയാണ്. ആ സുജൂദ് യുഗങ്ങളോളം നീളും. ആ സുജൂദിൽ കിടന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കും, റബ്ബേ വിചാരണക്ക് നീ ഒന്ന് വരൂ റബ്ബേ, അല്ലാഹുവേ ഈ മനുഷ്യരുടെ കാര്യത്തിൽ നീ ഒരു തീരുമാനം ഉണ്ടാക്കൂ റബ്ബേ. യുഗങ്ങൾ കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ മറുപടി, യാ മുഹമ്മദ്, യാ മുഹമ്മദ് ഇർഫഅ റഅസക മുഹമ്മദ്, താങ്കളുടെ തല ഉയർത്തുക. എന്താണ് താങ്കളുടെ ആവശ്യം? സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രവാചകൻ പറയും, നാഥാ കരുണാവാരിധിയായ റബ്ബേ, ഈ മനുഷ്യവംശത്തിന്റെ കാര്യത്തിൽ നീ ഒരു തീരുമാനം ഉണ്ടാക്കണേ അല്ലാഹ്. وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي. الله يدا വരികയാണ് മഅ്ശറ മൈതാനിയിലേക്ക്. അല്ലാഹുമ്മ വന്ന മലക്കുകളും മഅ്ശറ മൈതാനിയിലേക്ക് വരികയാണ്. അന്ന് അല്ലാഹുവിനെ കാണാൻ ആർക്കും കഴിയില്ല. പക്ഷേ ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, ഓരോ മനുഷ്യരെയും കടുകിണ മുറിച്ചുകൊണ്ട് അല്ലാഹു വിചാരണ ചെയ്യുമെന്നാണ്. നേരിട്ട് കാണില്ല, പക്ഷേ എല്ലാവരെയും അല്ലാഹു വിചാരണ ചെയ്യും. ആ വിചാരണ കഴിഞ്ഞ് ആളുകൾ സ്വർഗ്ഗത്തിലേക്കും നരകത്തിലേക്കും കൊണ്ടുപോകപ്പെടും.
സഹോദരങ്ങളെ, അവിടെ നമുക്ക് ഒരു സിറാത്ത് പാലം കടക്കേണ്ടതുണ്ട്. സ്വഹീഹായ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഒരു സിറാത്ത് പാലം. ഞാൻ വീണ്ടും പറയുകയാണ്, ഇതിനെയൊന്നും നമ്മുടെ ബുദ്ധി കൊണ്ട് അളക്കരുതേ, നമ്മുടെ വിവരം കൊണ്ട് അളക്കരുതേ. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. കുറച്ച് മാത്രമേ അറിവ് നമുക്കുള്ളൂ. നമ്മുടെ ബുദ്ധി പരിമിതമാണ്, നമ്മുടെ അറിവ് പരിമിതമാണ്, നമ്മുടെ മസ്തിഷ്കത്തിന് പരിമിതികളും പരിധിയുമുണ്ട്. അതുകൊണ്ട് ബുദ്ധി കൊണ്ട് അളക്കരുതേ പരലോകം. അവിടെ മഅ്ശറ സഭയിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ ഒരു പാലത്തിന് മുകളിലൂടെ നടക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. കാലുകൾ മുറിഞ്ഞു പോകുന്ന മുടിയുടെ വണ്ണം മാത്രമുള്ള പാലം, അതിന്റെ മുകളിലൂടെ പല ആളുകളും പല വേഗതയിൽ കടക്കുമെന്നാണ്. ചില ആളുകൾ മിന്നൽ പിണർപ്പിന്റെ വേഗത്തിൽ ആ പാലം കടന്നു പോകും, ചില ആളുകൾ കാറ്റിന്റെ വേഗത്തിൽ ആ പാലം കടന്നു പോകും, ചില ആളുകൾ വാഹന സഞ്ചാരത്തിന്റെ വേളയിൽ ആ പാലം കടന്നു പോകും, ചില ആളുകൾ ഓടിക്കൊണ്ട് ആ പാലം കടക്കും, ചില ആളുകൾ നടന്നുകൊണ്ട് ആ പാലം കടക്കും, ചില ആളുകൾ വീണുകൊണ്ട് വീണ്ടും എഴുന്നേറ്റ് വീണ്ടും വീണുകൊണ്ട് ആ പാലം കടക്കും, ചില ആളുകൾ അള്ളാഹുവിന്റെ സബാനിയാക്കളായ മലക്കുകൾ ചില ആളുകളെ നരകത്തിന്റെ പാതാളത്തിലേക്ക് ആ പാലത്തിൽ നിന്ന് വലിച്ചിടും. അവിടെ ആ പാലത്തിന്റെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് തന്റെ ഉമ്മത്ത് ആ പാലം കടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്പുറത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമെന്നാണ്, യാ റബ്ബി സല്ലിം സല്ലിം, യാ റബ്ബി സല്ലിം സല്ലിം. അല്ലാഹുവേ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ, എന്റെ ഉമ്മത്തിന് എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ, എന്റെ ഉമ്മത്തിന് എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. വേണമെങ്കിൽ പ്രവാചകൻ ആദ്യം അപ്പുറത്ത് കടക്കാം, പക്ഷേ തന്റെ ഉമ്മത്തിന്റെ അവസ്ഥ, തന്റെ ഉമ്മത്തിന്റെ കാര്യത്തിൽ പ്രവാചകന്റെ പരിഗണന അത്രമാത്രമായിരുന്നു. റൂഹ് ശരീരത്തിൽ നിന്ന് പിരിയുന്ന വേദന അനുഭവിക്കുന്ന സമയത്തും അവിടെ കൂടി നിന്നിരുന്ന ഉമ്മത്തിനോട് പ്രവാചകൻ പറഞ്ഞു, എന്റെ ഉമ്മത്തെ നിങ്ങൾ നമസ്കാരം ഒഴിവാക്കരുതേ, എന്റെ ഉമ്മത്തെ നിങ്ങൾ അഹങ്കരിച്ചു പോകരുതേ, എന്റെ ഉമ്മത്തെ നിങ്ങൾ ശിർക്കിൽ അകപ്പെട്ടു പോകരുതേ. യാ ഉമ്മത്തി യാ